ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കമ്പ്യൂട്ടർ സിസ്റ്റം ആർക്കിടെക്ചർ മൊഡ്യൂൾ 1 വരുന്ന ടോപ്പിക്കാണ് മൾട്ടി പ്രോസസ് ആൻഡ് മൾട്ടി കമ്പ്യൂട്ടേഴ്സ്. അപ്പോൾ ഈ ടോപ്പിക് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ അത് PPT ആയിട്ടല്ല നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ PPT ആകുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും അത് എളുപ്പമായിരിക്കും, നോക്കി വായിക്കുമ്പോൾ സുഖമാവുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ PPT പിന്നെ ഉണ്ടാക്കിയത്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്താണ് മൾട്ടി പ്രോസസർ? മൾട്ടി പ്രോസസർ എന്ന് പറയുന്നത് ഒരു കമ്പ്യൂട്ടർ സിസ്റ്റം ആണ്. അപ്പോൾ അവിടെ ഒന്നിലധികം CPUs ഉണ്ടാവും. അതെന്ന് പറയുന്നത് കോമൺ മെയിൻ മെമ്മറിനെ ഷെയർ ചെയ്യുന്നു, അതുപോലെ തന്നെ പെരിഫറൽസിനെയും ഷെയർ ചെയ്യുന്നു. അതായത് അവിടെ പ്രോഗ്രാം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? സൈമിൾട്ടേനിയസ് ആയിട്ടായിരിക്കും പ്രോഗ്രാംസിനെ പ്രോസസ് ചെയ്യുക. അതായത് എക്സിക്യൂഷൻ എങ്ങനെയായിരിക്കും? പാരലൽ ആയിട്ടായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ മൾട്ടി പ്രോസസ്സിംഗ് എന്ന് പറയുമ്പോൾ എന്താണ്? അതായത് ഒരു സിസ്റ്റത്തിന് ഒന്നിലധികം പ്രോസസ്സേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സിസ്റ്റത്തിന് ടാസ്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോ പ്രോസസ്സേഴ്സിലേക്കും അലോക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ പാരലായിട്ട് പ്രോസസ്സ് ചെയ്യും. ദെൻ സ്പീഡ് അപ്പ് എന്തായിരിക്കും? കുറച്ചും കൂടെ കൂടുതലായിരിക്കും അല്ലേ? നോർമൽ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ സ്പീഡിൽ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കേണ്ടത് 2 കാറ്റഗറീസ് ഓഫ് പാരലൽ കമ്പ്യൂട്ടേഴ്സ് ഉണ്ട്. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ഫിസിക്കൽ മോഡൽസ് ഡിസ്റ്റിങ്വിഷ് ചെയ്തിരിക്കുന്നത് ബൈ ഹാവിങ് എ ഷെയർഡ് കോമൺ മെമ്മറി ഓർ അൺഷെയർഡ് ഡിസ്ട്രിബ്യൂട്ടഡ് മെമ്മറി. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഷെയർഡ് കോമൺ മെമ്മറിയാണ്. ഓക്കെ ഓക്കെ ഷെയർഡ് മെമ്മറി മൾട്ടി പ്രോസസ്സേഴ്സ് നേരത്തെ പറഞ്ഞല്ലോ. അതായത് പ്രോസസ്സേഴ്സ് എന്ത് ചെയ്യുന്നു? കോമൺ മെമ്മറിനെ ഷെയർ ചെയ്യുന്നു. അപ്പോൾ 3 ഷെയർഡ് മെമ്മറി മൾട്ടി പ്രോസസർ മോഡൽസ് ആണുള്ളത്. ഫസ്റ്റ് എന്ന് പറയുന്നത് യൂണിഫോം മെമ്മറി ആക്സസ് UMA മോഡൽ. ദെൻ സെക്കൻഡ് വൺ നോൺ യൂണിഫോം മെമ്മറി ആക്സസ് NUMA മോഡൽ. ദെൻ കേഷെ ഓൺലി മെമ്മറി ആർക്കിടെക്ചർ COMA മോഡൽ. അപ്പോൾ ഈ 3 മോഡലും എങ്ങനെയാണ് ഡിഫർ ചെയ്യുന്നത്? അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത് how the memory and peripheral resource are shared or distributed. Okay. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് UMA മോഡൽ. അപ്പോൾ എന്താണ് UMA മോഡൽ നടക്കുന്നത്? അവിടെ എന്ന് പറയുന്നത് ഫിസിക്കൽ മെമ്മറി മൾട്ടി പ്രോസസ്സേഴ്സ് യൂണിഫോംലി ഷെയർ ചെയ്യും. അപ്പോൾ എന്താണ് യൂണിഫോംലി എന്ന് പറഞ്ഞാൽ? യൂണിഫോംലിയുടെ മീനിങ് എന്താ? അതായത് ഓരോ പ്രോസസ്സേഴ്സിനും ഈക്വൽ ആക്സസ് ടൈം ആയിരിക്കും ഉണ്ടാവുക. എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് മെമ്മറിയിൽ നിന്ന് വേർഡ്സിനെ അക്സസ് ചെയ്തെടുക്കാൻ. ഓക്കെ, all processors have equal access time to all memory words, which is why it is called uniform memory access. Okay, then അതുപോലെ ഓരോ പ്രോസസ്സറിനും എന്തുണ്ട്? അതിൻ്റെ പ്രൈവറ്റ് കേഷെ ഉണ്ട്. അപ്പോൾ ഓരോ പ്രോസസ്സറിനും അതിൻ്റെ പ്രൈവറ്റ് കേഷയും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ കോമൺ മെമ്മറി ഷെയർ ചെയ്യും ചെയ്യാം. അപ്പം അതിൻ്റെ ഫിഗറാണ് ഇവിടെ റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫിഗർ നോക്കുമ്പോൾ എന്താണ്? ഇതാ പ്രോസസ്സേഴ്സ് അല്ലേ? P1 P2 അപ് ടു PN പ്രോസസ്സേഴ്സ് ഉണ്ട്. പിന്നെ എന്താ അതെന്ന് പറയണത് മെമ്മറി. ഇതാണ് കോമൺ മെമ്മറി. അപ്പോൾ കോമൺ മെമ്മറി SM1 ടു SM എന്ന് പറഞ്ഞാൽ എന്താ? ഷെയർഡ് മെമ്മറി. അതായത് ഇത് മൊത്തം എന്താണ്? ഒരു മെമ്മറിയാണ് കേട്ടോ. അത് ഓരോ പ്രോസസ്സറിനും ഈക്വൽ ആക്സസ് ആണെന്ന് പറഞ്ഞില്ലേ? അപ്പോൾ ഓരോ പ്രോസസ്സറും അതിനെ ആക്സസ് ചെയ്യുന്നതാണ് SM1. ഇപ്പോൾ P1 ആണെങ്കിൽ SM1, അതുപോലെ P2 ആണെങ്കിൽ SM2. ഇതെല്ലാം ഒരു സിംഗിൾ ഷെയർഡ് മെമ്മറിയാണ്. അപ്പോൾ ഈ പ്രോസസ്സേഴ്സും അതുപോലെ തന്നെ ഈ മെമ്മറിയും കണക്ട് ചെയ്തിരിക്കുന്നത് എന്ത് വഴിയാണ്? അതായത് ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് അറിയാലോ. അതിന് എക്സാമ്പിൾ ആണ് ബസ്, ക്രോസ് ബാർ, മൾട്ടി സ്റ്റേജ് നെറ്റ്വർക്ക്. ഓക്കെ, ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് വരുന്ന മൊഡ്യൂളിൽ നമ്മൾ പഠിക്കും. സാധാരണ അറിയാലോ ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ എന്താ? പ്രോസസ്സേഴ്സ് കണക്ട് ചെയ്യുന്നു. പ്രോസസ്സേഴ്സിന് അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അല്ലേ, ഡാറ്റ പാസ് ചെയ്യണമെങ്കിൽ നെറ്റ്വർക്ക് വഴിയാണ് അത് പോസിബിൾ ആവുക. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്ക് ഉണ്ട്, ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പോൾ നെറ്റ്വർക്കിൽ കൂടിയാണ് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് മെമ്മറീനെ എന്ത് ചെയ്യുന്നത്? മെമ്മറിയിൽ നിന്ന് മെമ്മറി വേർഡ് അക്സസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പ്രോസസ്സേഴ്സ് എന്തിനേയും അക്സസ് ചെയ്യുന്നുണ്ട്? IO ഡിവൈസിനെയും അക്സസ് ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ ദെൻ
Multi-processors are called tightly coupled system. കാരണം എന്താണ്? High degree of resource sharing. അതുപോലെ നേരത്തെ പറഞ്ഞു എന്താണ്? അതായത് ഇന്റർകണക്ഷൻ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ ബസ് ആയിരിക്കാം, അല്ലെങ്കിൽ ക്രോസ് ബാർ സ്വിച്ച് ആയിരിക്കാം, അല്ലെങ്കിൽ മൾട്ടി സ്റ്റേറ്റ് നെറ്റ്വർക്ക് ആയിരിക്കാം. Then UMA മോഡൽ എവിടെയൊക്കെയാണ് യൂസ് ചെയ്യുക? അതായത് ജനറൽ പർപ്പസ് അതുപോലെ തന്നെ ടൈം ഷെയറിംഗ് ആപ്ലിക്കേഷൻസിലൊക്കെ UMA മോഡൽ യൂസ് ചെയ്യാം. ഓക്കെ. Then it can be used to speed up the execution of single large program in time critical applications. Then to coordinate parallel events, synchronization and communication among processors are done through using shared variables in common memory. അതായത് common memoryയിൽ എന്താ shared variables ഉണ്ട്. അത് വെച്ചിട്ടാണ് അതായത് ഇവിടെ എങ്ങനെയാണ് parallel ആയിട്ടാണ് നടക്കുന്നത് അല്ലേ? അപ്പോൾ എന്താ synchronization and communication ഉണ്ടല്ലോ. അതിനൊക്കെ ചെയ്യുന്നത് ആരാണ്? shared variables ആണ്. ഓക്കെ. Then when all processors have equal access to all peripheral device, അങ്ങനെയുള്ള സിസ്റ്റത്തിനെ പറയുന്നതാണ് എന്ത്? സിമെട്രിക് മൾട്ടി പ്രോസസർ. ഓക്കെ. അതായത് എല്ലാ പ്രോസസ്സേഴ്സിനും പെരിഫറൽ ഡിവൈസിലേക്ക് ഈക്വൽ ആക്സസ് വരിക. In this case, all the processors are equally capable of running the execution program, such as the operating system kernel and IO service routines. Okay. ഇനി നമുക്ക് നോക്കേണ്ടത് നോൺ യൂണിഫോം മെമ്മറി ആക്സസ് മോഡൽ. അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? അതായത് NUMA multiprocessor is a shared memory system. ഇവിടെ എന്ന് പറയുമ്പോൾ ആക്സസ് ടൈം ഉണ്ടല്ലോ, അതായത് മെമ്മറിയിൽ എന്തുണ്ട്? വേർഡ്സ് ഉണ്ട് അല്ലേ? മെമ്മറി വേർഡ്സിനെ അക്സസ് ചെയ്തെടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത് വാരി ചെയ്യും വിത്ത് റെസ്പെക്ട് ടു ലൊക്കേഷൻ. ഓക്കെ. അതാണ് NUMA മോഡലിൽ പറയുന്നത്. അവിടെ എന്തായിരുന്നു? യൂണിഫോം എന്ന് പറയുമ്പോൾ എന്താ? യൂണിഫോം മെമ്മറി ആക്സസ് എന്ന് പറയുമ്പോൾ ആക്സസ് ടൈം എന്ന് പറയുന്നത് ഈക്വൽ ആയിരുന്നു, സെയിം ആയിരുന്നു. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് ഓരോ മെമ്മറി വേർഡിന്റെയും ലൊക്കേഷൻ അനുസരിച്ചിട്ട് ആക്സസ് ടൈം എന്ന് പറയുന്നത് വാരി ചെയ്യും. ഓക്കെ. അത് നമ്മൾ ഫിഗർ 2ൽ റെപ്രസെന്റ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഷെയർഡ് മെമ്മറി ഓരോ പ്രോസസ്സേഴ്സിലേക്കും ഫിസിക്കലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനെയാണ് എന്ത് പറയുന്നത്? ലോക്കൽ മെമ്മറീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുറെ ലോക്കൽ മെമ്മറീസ് ഉണ്ട്. അതായത് ഓരോ പ്രോസസ്സറിനും എന്താ? ഓരോ മെമ്മറിയാണ്, ഓരോ ലോക്കൽ മെമ്മറീസ്. അതായത് ഷെയർഡ് മെമ്മറിനെയാണ് കേട്ടോ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ ഒരു ഗ്ലോബൽ അഡ്രസ് സ്പേസ് എന്ന് പറയുന്നത് ഫോം ചെയ്യും. അതെന്ന് പറയുന്നത് എല്ലാ പ്രോസസ്സേഴ്സിനും ആക്സസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ. അപ്പോൾ ഒരു പ്രോസസ്സറിന്റെ കേസ് എടുക്കുമ്പോൾ ആ ഒരു പ്രോസസ്സറിന് ആക്സസ് ചെയ്തെടുക്കാനുള്ള, അതായത് അതിന് ഒരു ലോക്കൽ മെമ്മറി ഉണ്ടെങ്കിൽ ആക്സസ് ചെയ്തെടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറവായിരിക്കും. അതായത് കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും അല്ലേ? It is faster to access a local memory with a local processor. ഇനിയിപ്പോൾ ഒരു റിമോട്ട് മെമ്മറി എന്ന് വിചാരിക്കുക. അതായത് റിമോട്ട് മെമ്മറി എന്നുള്ള വേർഡ് ഒരു പ്രോസസ്സറിന് ആക്സസ് ചെയ്യണം. അപ്പോൾ റിമോട്ട് മെമ്മറി എന്ന് പറയുമ്പോൾ ആ മെമ്മറി എന്തായിരിക്കും? ഒരു പ്രോസസ്സറായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷെ അതിൽ നിന്ന് ആക്സസ് ചെയ്തെടുക്കാനുള്ള ടൈം എന്ന് പറയുന്നത് എന്തായിരിക്കും? കുറച്ച് കൂടുതലായിരിക്കും. കാരണം എന്താ? അതായത് ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് വഴിയാണ് അത് പോസിബിൾ ആവുള്ളൂ അല്ലേ? അപ്പോൾ അവിടെ എന്ത് വരും? ഒരു ഡിലേ വരും. അപ്പോൾ ഒരു ലോക്കൽ പ്രോസസ്സർ വിത്ത് ലോക്കൽ മെമ്മറി ആകുമ്പോൾ കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. ഒരു ഗ്ലോബൽ മെമ്മറി അറ്റാച്ച്ഡ് വിത്ത് പ്രോസസ്സറിൽ നിന്ന് ആക്സസ് ചെയ്തെടുക്കുന്ന ടൈം എന്ന് പറയുന്നത് കുറച്ച് എന്തായിരിക്കും? കൂടുതലായിരിക്കും. ഓക്കെ. അപ്പോൾ ഇതാണ് ഫിഗർ റെപ്രസെന്റേഷൻ. ഫിഗർ 2A ആണ് കേട്ടോ, അതിന്റെ റെപ്രസെന്റേഷൻ ആണിത്. അപ്പോൾ ഇവിടെ എന്താണ്? അതായത് ഷെയർഡ് ലോക്കൽ മെമ്മറി. അപ്പോൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? ഓരോ പ്രോസസ്സേഴ്സിനും ഇവിടെ ഷെയർഡ് മെമ്മറി എന്ന് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തേക്കാണ്. P1 LM1, P2 LM2 അങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. ഓക്കെ. അപ്പോൾ പ്രോസസ്സേഴ്സിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് വഴിയാണ്? ഒരു ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് ഉണ്ട്. ഇന്റർ കണക്ഷൻ നെറ്റ്വർക്ക് വഴിയാണത് കമ്മ്യൂണിക്കേഷൻ എന്നുള്ളത് പോസിബിൾ ആവുക. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കേണ്ടത്
അതായത് ഗ്ലോബൽ ഷെയർഡ് മെമ്മറി ഉണ്ടല്ലോ, ഗ്ലോബൽ ഷെയർഡ് മെമ്മറി മൾട്ടി പ്രോസസ് സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻ ദിസ് കേസ് there are 3 memory access patterns. ഏറ്റവും ഫാസ്റ്റ് ആയുള്ള എന്തായിരിക്കും? ലോക്കൽ മെമ്മറി ആക്സസ് ആയിരിക്കും. നെക്സ്റ്റ് എന്താ? ഗ്ലോബൽ മെമ്മറി ആക്സസ് ആയിരിക്കും. ഏറ്റവും സ്ലോവസ്റ്റ് ആയിട്ട് വരുന്നത് റിമോട്ട് മെമ്മറി ആക്സസ് ആണ്. അതിന്റെ ഫിഗർ ആണ് ഫിഗർ 2ബിയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കത് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ ഫിഗർ റെപ്രസെന്റേഷൻ. അപ്പോ ഇവിടെ എന്താണ്? ഇവിടെ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് ക്ലസ്റ്റേഴ്സ് ആയിരിക്കാണ്. ഓക്കെ, ഇവിടെ ക്ലസ്റ്റർ 1 അപ് ടു ക്ലസ്റ്റർ n എന്താണ്? പ്രോസസ്സേഴ്സ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഒരു ക്ലസ്റ്ററിന്റെ ഉള്ളിൽ എന്തൊക്കെയുണ്ട്? പി എന്ന് പറയുന്നത് അറിയാലോ, പ്രോസസ്സേഴ്സ് ആണ്. CSM എന്ന് പറഞ്ഞാൽ എന്താ? അതായത് ക്ലസ്റ്റർ ഷെയർഡ് മെമ്മറി. പിന്നെ CN എന്ന് പറഞ്ഞാൽ ക്ലസ്റ്റർ ഇന്റർകണക്ഷൻ നെറ്റ്വർക്ക്. ഓക്കെ, അപ്പോൾ ക്ലസ്റ്റർ 1 കണ്ടല്ലോ, ഓരോ ക്ലസ്റ്ററിന്റെ ഉള്ളിലും ഒന്നെങ്കിൽ UMA മോഡൽ ആയിരിക്കാം, അല്ലെങ്കിൽ NUMA മോഡൽ ആയിരിക്കാം. ഇതിന്റെ ഉള്ളിൽ ഓരോ ക്ലസ്റ്ററിന്റെ ഉള്ളിൽ UMA ആയിരിക്കാം, അല്ലെങ്കിൽ NUMA ആയിരിക്കാം. ഈ ഫുൾ സിസ്റ്റത്തിനെയാണ് എന്ന് പറയുന്നത് NUMA മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഓരോ പ്രോസസ്സേഴ്സിനും അതിന്റെ ക്ലസ്റ്റർ ഷെയർഡ് മെമ്മറി ആക്സസ് ചെയ്യാതിരിക്കുന്ന ടൈം എന്ന് പറയുന്നതായിരിക്കും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അതായത് ഈക്വൽ ആക്സസ് ടൈം ആയിരിക്കും. പിന്നെ എന്താ നോക്കേണ്ടത്? ഒരു ഗ്ലോബൽ ഇന്റർകണക്ഷൻ നെറ്റ്വർക്ക് ഉണ്ട്. അപ്പൊ അത് വെച്ചിട്ട് എന്താണ് GSM എന്ന് പറഞ്ഞാൽ? അതായത് ഗ്ലോബൽ ഷെയർഡ് മെമ്മറി. അപ്പൊ ഗ്ലോബൽ ഷെയർഡ് മെമ്മറിനെ എന്താണ്? ഒരു ഗ്ലോബൽ ഇന്റർകണക്ഷൻ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ട് മൾട്ടി പ്രോസസ്സേഴ്സിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൾട്ടി പ്രോസസ് സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഓരോ പ്രോസസ്സേഴ്സിനും അതിന്റെ ക്ലസ്റ്റർ ഷെയർഡ് മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ എടുക്കുന്ന ടൈം എന്ന് പറയുന്നതായിരിക്കും കുറവായിരിക്കും കമ്പയർഡ് ടു GSM അല്ലേ? ഗ്ലോബൽ ഷെയർഡ് മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഫാസ്റ്റ് ആയിട്ട് അതിനെ ഓരോ ക്ലസ്റ്ററിന്റെയും ക്ലസ്റ്റർ ഷെയർഡ് മെമ്മറിയിൽ നിന്ന് ആക്സസ് ചെയ്യാൻ പറ്റും. ദെൻ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് പോസിബിൾ ആവുന്നത് എല്ലാം കണക്ട് ചെയ്യുന്നത് എന്ത് വെച്ചിട്ടാണ്? അതായത് ഒരു ഗ്ലോബൽ ഷെയർഡ് മെമ്മറിനെ കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഗ്ലോബൽ ഇന്റർകണക്ഷൻ നെറ്റ്വർക്ക് യൂസ് ചെയ്തിട്ടാണ് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇനി അതാണ് പറയുന്നത് പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് സെവറൽ ക്ലസ്റ്റേഴ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഓരോ ക്ലസ്റ്റർ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ UMA ആയിരിക്കാം, അല്ലെങ്കിൽ NUMA മൾട്ടി പ്രോസസർ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ ക്ലസ്റ്റേഴ്സിലേക്ക് എന്ത് ചെയ്യാണ്? ഗ്ലോബൽ ഷെയർഡ് മെമ്മറി മൊഡ്യൂൾസ് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എൻ്റയർ സിസ്റ്റത്തിനെയാണ് എന്ന് പറയുന്നത് NUMA മൾട്ടി പ്രോസസർ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുന്നത്? ഓൾ പ്രോസസ്സേഴ്സ് ബിലോങ് ടു ദി സെയിം ക്ലസ്റ്റർ ആർ അലൗഡ് ടു യൂണിഫോംലി ആക്സസ് ദി ക്ലസ്റ്റർ ഷെയർഡ് മെമ്മറി മൊഡ്യൂൾ. അതുപോലെ ഓൾ ക്ലസ്റ്റേഴ്സ് ഹാവ് ഈക്വൽ ആക്സസ് ടു ഗ്ലോബൽ മെമ്മറി. അപ്പോൾ ഒരു ക്ലസ്റ്ററുള്ള പ്രോസസ്സേഴ്സിന് എന്തായിരിക്കും? യൂണിഫോംലി ആക്സസ് ചെയ്യാം. അതുപോലെ എല്ലാ ക്ലസ്റ്റേഴ്സിനും ഗ്ലോബൽ മെമ്മറിനെ ആക്സസ് ചെയ്യാൻ എടുക്കുന്നത് എങ്ങനെയായിരിക്കും? ഈക്വൽ ആക്സസ് ആയിരിക്കും. ഓക്കെ, ദി ആക്സസ് ടൈം ടു cluster memory is shorter than that to global memory. Okay. Next നമുക്ക് നോക്കേണ്ടത് COMA മോഡലാണ്. അപ്പോൾ ഇവിടെ എന്താണ്? A multiprocessor using cache only memory assume the COMA model. അതായത് multiprocessor എന്താ? cache only memory ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ആണ് മുമ്പുണ്ടായിരുന്ന COMA മെഷീൻസിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് KSR1 മെഷീൻ മോഡലാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫിഗർ. അപ്പോൾ നോക്കുമ്പോൾ കാണാം എന്താണ്? അതായത് ഓരോ പ്രോസസ്സേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? പ്രോസസ് ഇന്റർകണക്ഷൻ നെറ്റ്വർക്ക് വഴിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. C എന്ന് പറയുന്നത് കേഷെ, D എന്ന് പറയുന്നത് അതിന്റെ ഡയറക്ടറി ആണ്. ഓക്കെ, P എന്ന് പറയുന്ന പ്രോസസർ ആണ്, C കേഷെ, D എന്ന് പറയുന്നത് ഡയറക്ടറി ആണ്. ഓക്കെ, അപ്പോൾ COMA മോഡൽ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ കേസ് ഓഫ് NUMA മെഷീൻ ആണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഡിസ്ട്രിബ്യൂട്ടഡ് മെയിൻ മെമ്മറി കേഷേഴ്സ് ആയിട്ട് കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ there is no memory hierarchy at each processor node. Then ഈ എല്ലാ കേഷേഴ്സും എന്താണ്? ഒരു ഗ്ലോബൽ അഡ്രസ് സ്പേസ് ഫോം ചെയ്യും. ഇനി റിമോട്ട്
cache access assign ചെയ്യണത് by the distributed cache directories D. Depending on the interconnection network use, sometimes hierarchical directories may be used to help locate copies of each block. നേരത്തെ നമ്മൾ interconnection network പറഞ്ഞല്ലോ, ബസ് ആയിരിക്കാം, അതുപോലെ മൾട്ടി സ്റ്റേജ് ആയിരിക്കാം, ക്രോസ് ബാർ ആയിരിക്കാം, ക്രോസ് ബാർ സ്വിച്ച് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ചില കേസുകളിൽ എന്താണ് ചെയ്യുന്നത്, ഡയറക്ടറീസ് എന്ന് പറയുന്നത് ഓരോ ബ്ലോക്സിൻ്റെയും കോപ്പീസ് ലൊക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അതാണ് CUMA മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ UMA മോഡൽ എന്ന് പറയുമ്പോൾ ഈക്വൽ ആക്സസ് ആണ്, ഷെയർഡ് മെമ്മറി ആണ് അല്ലെ, കോമൺ മെമ്മറി ഷെയർ ചെയ്തു. NUMA എന്ന് പറയുമ്പോൾ കോമൺ ഷെയർഡ് മെമ്മറീനെ ഓരോ പ്രോസസ്സേഴ്സിനും ലോക്കലി എന്ത് ചെയ്ത് കൊടുത്തു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുത്തു. പിന്നെ CUMA മോഡൽ എന്ന് പറയുമ്പോൾ ഈ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത മെമ്മറി എന്ന് പറയുന്നത് കാഷേഴ്സ് ആയിട്ട് എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ഇനി റിമോട്ട് കാഷെ ആക്സസ് പോസിബിൾ ആവുന്നത് എന്തുപയോഗിച്ചിട്ടാണ്, അതായത് കാഷെ ഡയറക്ടറീസ് ഉണ്ട് D, അത് വെച്ചിട്ടാണ് റിമോട്ട് കാഷെ ആക്സസ് എന്ന് പറയുന്നത് പോസിബിൾ ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ മൾട്ടി പ്രോസസർ ആണ് പറഞ്ഞത്. ഇനി അടുത്ത ക്ലാസ് നമുക്ക് മൾട്ടി കമ്പ്യൂട്ടർ ആണ്. അതും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷെ എനിക്ക് തോന്നുന്നു PPT വെച്ചിട്ടായിരിക്കുമ്പോൾ നിങ്ങൾക്ക് പഠിക്കാനും കുറച്ചും കൂടെ സുഖമായിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവരും ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.